എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരാൾ പരിഗണിക്കപ്പെടരുത് എന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ പലപ്പോഴായി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എങ്കിൽ പോലും അന്ന് അത് ഒറ്റയാൾ പോരാട്ടമായി മാറി. ഞാൻ അതിൻ്റെ ഇരയായി തീർന്നു. പക്ഷെ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ക്ലാരിറ്റി അന്നും ഇന്നുമൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ തെളിച്ചം വന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നത് പോലുമില്ല. ആളുകൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ പറയുന്ന ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാന്യദേഹത്തോടല്ല. മാന്യദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് വിചാരണ നേരിടേണ്ടി വരും കോടതിയിൽ തന്നെ. ഉദാഹരണം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. 2 കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളത് അതിൻ്റെ പകർപ്പൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഇവിടുത്തെ പ്രക്ഷോഭ സമരങ്ങൾ കവർ ചെയ്യാനുള്ളതാണ്. 2, എനിക്ക് തോന്നുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ഒന്ന് പുറത്തു വന്ന ആ ഓഡിയോ ഒക്കെ ഞാനിപ്പോൾ വരുന്നത് ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ്. ഞാനത് ബാർബർ ഷോപ്പിൽ നിന്നാണ് വരുന്നത് പറയാനും കാരണമുണ്ട്. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അതിനെപ്പറ്റിയൊക്കെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ ഓടി വന്നിട്ട്, ഞാൻ അവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ബ്യൂട്ടി സലൂണിൽ വന്നിട്ട്, അതെ അറിഞ്ഞോ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാൻ പോകാത്രേ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പുറത്തെ ആൾ ഇവിടെ ഇരിക്കുന്ന ആളാരാണെന്ന് ചോദിക്കാതെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആളുകൾക്ക് ഒരു 24 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെളിപാടുകളെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ മാന്യദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വരും. ആ കേസുകൾക്ക് ഒരു പക്ഷേ കൂട്ടുനിന്ന ആളുകൾ പൊതുസമൂഹത്തിൽ ഇനി വിചാരണ ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യതയെ മുൻനിർത്തിയാണ് എൻ്റെ പത്രസമ്മേളനം. അല്ലാതെ ഓൾറെഡി വിചാരണയിലേക്ക് വിധേയനാകേണ്ടുന്ന ആളെ കേരള പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കാണാമറയത്തിരിക്കുന്ന ചില മാന്യദേഹങ്ങളുണ്ട്, അവരെ നമുക്ക് എക്സ്പോസ് ചെയ്തേ പറ്റൂ. അത് വളരെ കൃത്യമായി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ മാന്യദേഹം 3-4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ, ഒരു പ്രിഡേറ്റർ എന്നുള്ള രീതിയിൽ, ഇരകൾക്ക് മേൽ ചാടി വീഴുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സെക്ഷൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് രേഖാമൂലം എന്തെങ്കിലുമൊക്കെ പരാതികൾ കിട്ടിയിരുന്നോ? അതായത് 2 വർഷം മുന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നോമിനിയാക്കി എലക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു പുകമറ എന്നൊക്കെയുള്ള രീതിയിൽ, അതിലെ കഥകളൊന്നും ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. വ്യാജ വോട്ടർ ID എങ്ങനെ ഉണ്ടാക്കിയ, വ്യാജ വോട്ടുകൾ എങ്ങനെയാണ് യുവമോർച്ചക്കാരുടെ വോട്ടുകൾ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ തന്റെ നോമിനിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണമെന്ന് ഷാഫി നിർബന്ധം പിടിക്കാൻ രാഹുലിന്റെ ഈ അസാമാന്യ കഴിവാണോ ഷാഫി തെരഞ്ഞെടുക്കാൻ, അതായത് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കണം. രാഹുലിന്റെ ഈ അസാമാന്യ പെർഫോമൻസ് ഷാഫിക്ക് മുന്നേ അറിയാമായിരുന്നു എങ്കിൽ അതിന്റെ പേരിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് സംഘടനയ്ക്കകത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSUക്കാരുടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നോ? ചിലപ്പോൾ ഓറലായിട്ടായിരിക്കാം, ചിലപ്പോൾ എഴുത്തായിട്ടായിരിക്കാം. ലഭിച്ചിരുന്നോ എന്ന് വ്യക്തമാക്കിയാൽ മാത്രം മതി. ഇനി ഇല്ല എന്ന് പറയാനാണെങ്കിൽ ലഭിച്ചിരുന്നതിന്റെ കഥകൾ പറയാൻ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തനിക്ക് ശേഷം അരിയിട്ട് വാഴിക്കാൻ ഈ ഒരാൾ മാത്രമാണ് ആ പ്രസ്ഥാനത്തിലുള്ളൂ എന്ന് ഷാഫി തെരഞ്ഞെടുത്തത് ഏത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ? എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസാമാന്യമായ പെർഫോമൻസ്? ഇത് നിങ്ങൾ എന്തെങ്കിലും ആളുടെ വീക്ക്നെസ്, നമ്മുടെ ഒരു പ്രയോഗമാണല്ലോ നമ്മുടെ നാടൻ ഭാഷയിൽ വീക്ക്നെസ്, ഇംഗ്ലീഷ് വാക്കാണെങ്കിലും ഇത് വീക്ക്നെസ് ആയി കരുതരുത്. ഇതൊരു പത്തോളജിക്കൽ പ്രോബ്ലം ആണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് പറയാണ്, ഇതൊരു രോഗാവസ്ഥയാണ്. സോഷ്യോപാത്ത് എന്ന് പറയും. പിടിച്ച് ഉള്ളിലിടേണ്ട കേസാണ്. മനസ്സിലായില്ലേ? നമ്മളിത് OTT സീരീസ് മാത്രം കണ്ടിരുന്നാൽ പോരാ. OTT സീരീസ് കാണാറുണ്ടല്ലോ ഇങ്ങനത്തെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സീരീസിനെ പറ്റി കൂടി പറഞ്ഞുതരാം. ദി അനാട്ടമി ഓഫ് എ സ്കാൻഡൽ. OTT എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുന്നേ വന്ന അതിസാധാരണമായ ഒരു സീരീസാണ്. 8 എപ്പിസോഡേ ഉള്ളൂ. റേപ്പ് എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷനെ ഇത്ര മനോഹരമായി ഒരു 10 വയസ്സിന് മുകളിലുള്ള ഏത് ഭാഷയിലുള്ളവർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു സാധനമില്ല. ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കോളേജ് കാലഘട്ടത്തിൽ ചെയ്ത ഒരു കാര്യത്തിന്റെ പുറത്ത് രാജിവെക്കേണ്ടി വരുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് അനാട്ടമി ഓഫ് എ സ്കാൻഡൽ. റേപ്പ് എന്നുള്ളതിൽ എന്താണ്, കൺസെന്റ് എന്നുള്ളതിൽ എന്താണ്, വയലേഷൻ ഓഫ് പേഴ്സണൽ സ്പേസ് എന്നുള്ളതിന് ഒക്കെ അതിമനോഹരമായ ഭാഷ്യം തീർത്ത അനാട്ടമി ഓഫ് എ സ്കാൻഡൽ കണ്ടാൽ ഈ പറയുന്ന മാന്യദേഹം കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. ദൈവമേ, ഇതൊക്കെയാണ് ദൈവമെങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാൻ ചെയ്ത എന്തൊക്കെ ഇതിന്റെ പരിധിയിൽ പെടും എന്നുള്ളതായിരിക്കണം അദ്ദേഹം ഓർത്ത് വിവശനാകേണ്ടത്.
ഉമ്മൻചാണ്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ് ഇല്ല, അങ്ങനെ ചോദിച്ചപ്പോ ഒരു കാര്യം കൂടി പറയാം. എന്റെ ചോദ്യം അവസാനിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ് തന്നെയായിരുന്നു ഈ പറയുന്നത് പോലെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് മെറിറ്റ് ആണെന്ന് ഞാൻ ചോദിച്ചത്. അതന്നെയല്ലേ അതിൽ വല്ല വ്യാജരേഖ നിർമ്മിച്ചിട്ടുണ്ടോ? വ്യാജരേഖ ജനിച്ചപ്പോ തൊട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഇങ്ങോട്ട് അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. ഇവിടെ പറയാൻ വന്നത് കെ മുരളീധരന്റെ ഒരു വാക്കുകൂടി ഞാൻ കണ്ടെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കരുണാകര ശാപം, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ഒരു ശാപത്തിന്റെ ഒരു പേരാണ് കരുണാകര ശാപം. അപ്പൊ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ അല്ലെ അതൊരു ചെറിയ ഇതായിട്ടെങ്കിലും തട്ടിയിട്ടുണ്ടാവാം. മുരളീധരൻ തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ ശാപമായിരിക്കാം ഇതിനൊക്കെ കാരണം. ഞാനത് ശ്രദ്ധിച്ചില്ല.